നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ജൈവ വൈവിധ്യ പാർക്കും അഡീനിയവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഞങ്ങളെല്ലാ വീഡിയോയിലും അഡീനിയത്തിൻ്റെ അടുത്തിരുന്നിട്ടാണ് നമ്മൾ എന്തെങ്കിലും പറയുക. പക്ഷെ ജൈവ വൈവിധ്യ പാർക്കും അഡീനിയവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ബട്ടർഫ്ലൈ ഗാർഡനിലെ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് അഡീനിയം. നമ്മളെ ബൊണാർക്ക് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ബട്ടർഫ്ലൈയും മറ്റു പല ബട്ടർഫ്ലൈൻ്റെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സസ്യമാണ് അഡീനിയം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില സമയത്ത് നിങ്ങളുടെ അഡീനിയത്തിന് നാമ്പലകളും അതിൻ്റെ എൻഡും മോട്ടും എല്ലാം കാർന്നു തിന്നുന്ന നല്ല ഭംഗിയുള്ള പുഴുക്കളെ പല ആൾക്കാർ അതിനെ നിലത്തിട്ട് ചവിട്ടി കൊല്ലുകയാണ്, നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മരുന്നടിച്ച് നശിപ്പിക്കുക. ഇത് ബട്ടർഫ്ലൈൻ്റെ പുഴുക്കളാണ്. വിവിധ ഇനം, ഏറ്റവും കൂടുതൽ മൊണാർക്ക് ബട്ടർഫ്ലൈ ആണ് ഇതിൽ വരിക. എൻ്റെ ചെടികളിൽ ചിലപ്പോൾ പകുതി ഭാഗം ചെടികളിലും പുഴു നിറഞ്ഞിരിക്കും. കാരണം ഞാൻ പുഴു കാണുന്നതിനൊക്കെ എടുത്തിട്ട് പൂവ് ഇല്ലാത്ത ഏതെങ്കിലും ചെടികളുടെ മേലെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ജൈവ വൈവിധ്യ പാർക്കിൽ വെക്കാൻ പറ്റിയ നല്ല ഒരു ചെടിയാണ് നമ്മളുടെ അഡീനിയം. ഇനി ജൈവ വൈവിധ്യ പാർക്കിനെ കുറിച്ച് പറയാം. തൊട്ടറിയാവുന്നതും മണത്തറിയാവുന്നതും രുചിച്ചറിയാവുന്നതുമായ ചെടികൾ, ഇരപിടിയൻ സസ്യങ്ങൾ, ആയുർവേദ ചെടികൾ, പിന്നെ വള്ളിച്ചെടികൾ, ഭൂകാണ്ഡങ്ങൾ, തണൽ ചെടികൾ, അതുപോലെ സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്ന ഭാഗത്തുള്ള ചെടികൾ, കുള്ളൻ ചെടികൾ തൊട്ട് നിങ്ങൾക്ക് 13 സെക്ഷനുകളാക്കി അവയ്ക്കെല്ലാം QR കോഡ് കൊടുത്തുകൊണ്ടുള്ള ഹൈടെക് ബയോഡൈവേഴ്സിറ്റി പാർക്കാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ സ്കൂളുകളിലോ കോളേജുകളിലോ ബയോഡൈവേഴ്സിറ്റി പാർക്ക്, അതിലെ പ്രധാനപ്പെട്ട മറ്റു 3 സെക്ഷനുകൾ തേനീച്ചകളും പൂമ്പാറ്റകളും കിളികളെയും ആകർഷിക്കുന്ന ചെടികളാണ്. ഇവയെല്ലാം കൂടി മനോഹരമായൊരു ജൈവ വൈവിധ്യ പാർക്ക് നിങ്ങളുടെ സ്കൂളിൽ കോളേജിൽ തയ്യാറാക്കണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.